മഴക്കാല യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ടുമായിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ളൊരു ട്രെക്കിങ്ങും അതുപോലെ തന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ ഇത്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂരിലെ കാപ്പിമല വാട്ടർഫോൾ ആണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട് കാപ്പിമല വാട്ടർഫോളിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5:30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇന്ന് പോകുന്നത്, ഞങ്ങൾ ഒന്നിച്ചിട്ട് വേറൊരു കപ്പിളും കൂടി ഉണ്ട്, എൻ്റെ കസിനാട്ടോ അത്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ആലക്കോട് പോയി. ആലക്കോട് നിന്ന് ഒരു 7 കിലോമീറ്റർ പോയാൽ കാപ്പിമല വാട്ടർഫോൾ എത്തും. ഈ ഒരു റൂട്ടാട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. വാട്ടർഫോൾ പോലെ തന്നെ അതിലേക്ക് പോകുന്ന ഈ ഒരു വഴിയും അടിപൊളിയാണ്. വേറെ തന്നെ ഒരു ഫീലാണ് ഇതിലോട്ട് യാത്ര ചെയ്യുമ്പോൾ. നല്ല രീതിയിലുള്ള പച്ചപ്പും ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ഫുള്ളായിട്ട് മൂടിയിട്ടാട്ടോ ഉണ്ടായത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു റൈറ്റ് സൈഡൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടാട്ടോ ഉണ്ടായത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. ഇതുപോലത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു വാട്ടർഫോളിൽ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകുന്ന വഴിയും നമുക്ക് അത്രയും എന്താ പറയുക പീസ്ഫുൾ ആയിട്ടാട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായത്. നമുക്ക് ഈ പച്ചപ്പ് ചുറ്റിലും കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് എനിക്കും ഉണ്ടായത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അതായത് സാധാരണ വാട്ടർഫോളിലേക്ക് കുറേ ദൂരം നടക്കാനുണ്ടാവുമല്ലോ, ഇത് അത്ര ദൂരമൊന്നുമില്ല, കുറച്ചൊരു ചെറിയ രീതിയിലുള്ള ട്രെക്കിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ഫുള്ളായിട്ട് തന്നെ പോയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് നേരത്തെ ഈ ഒരു നല്ല ഡ്രൈവിന് ശേഷം ഞങ്ങളിതാ കാപ്പിമല വാട്ടർഫോളിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നത് 50 റുപ്പീസാണ്. ഞങ്ങളൊരു 7:30 ആകുമ്പോഴാട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായത്. ഞങ്ങൾ വരുന്ന ടൈമിൽ അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫാമിലി ഉണ്ടായിന്, പിന്നെ കുറച്ച് 2-3 ബാച്ചിലേഴ്സ് കൂടി, അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇതാട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പം കാണുന്ന തന്നെ ഈ ഒരു വ്യൂ ആണ്. എത്രയും ഹൈറ്റിൽ നിന്ന് ആ വെള്ളം വരുന്നത് നോക്കിയാൽ എന്താ പറയുക, ഈ ഒരു മഴ സമയത്ത് തന്നെ ഇവിടെ പോകണം, എന്നതിനാലേ ഇതിലൂടെ കുറേ വെള്ളം എന്തായാലും ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ഞങ്ങൾക്കറിയില്ലേനും ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ടോയ്ലറ്റും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനും ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഇതാ ഈ ഷോപ്പിൽ നിന്ന് ചായയും കോഫിയും ഒക്കെ കുടിച്ചിട്ട് നേരെ വാട്ടർഫോളിനടുത്ത് പോകാമെന്നോട്ടോ വിചാരിച്ചത്. ചായയും കോഫിയും കുടിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ചെറിയ രീതിയിൽ വിശക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ടൊരു ബ്രെഡ് ഓംലെറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി കഴിച്ച്, പിന്നെ ഇവിടെ ബ്രെഡ് ഓംലെറ്റ് മാത്രമല്ല കേട്ടോ, പൊറോട്ടയും ബീഫും അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കടികളില്ലേ, ഈ പരിപ്പ് വട അതുപോലത്തെ അങ്ങനത്തെ കടി കൂടി ഇവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന ഒരു സാധനം കൂടി ഇവിടുന്ന് കിട്ടും. എന്താണെന്നല്ലേ, ഇതാ ഈ ഒരു റെയിൻ കോട്ട്. ഇത് ഇവിടുന്ന് വാങ്ങിച്ചാൽ കേട്ടോ 120 റുപ്പീസ് അങ്ങനെയാണ് തോന്നി ഇതിനായിട്ടുണ്ടായത്. ഞങ്ങളിൽ ഒരു റെയിൻ കോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈടെ അത് കണ്ടിട്ടുണ്ടായത്. അതുകൊണ്ട് സമാധാനമായി, അത് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടം ഞങ്ങൾ കുറച്ച് ടൈം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അത്രയും സൂപ്പറാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോകണം. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വഴി തന്നെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഒന്നിക്കൽ ഇതിലൂടെ ക്രോസ് ചെയ്യാം, എല്ലാം അവിടെ കണ്ടൊരു പാലം, അതിൽ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ. പക്ഷെ പേടിച്ചിട്ട് ഞങ്ങൾ അതിൽ കയറിയില്ല, അഥവാ പാലം പൊട്ടി വീണാലോ വിചാരിച്ചിട്ട്. പിന്നെ ഈ കയറ് പിടിച്ചിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാട്ടോ ചെയ്തത്.
പിന്നെ എനിക്ക് വെച്ചൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂ ആട്ടോ ഒട്ടിച്ചിട്ടുണ്ടായത്. വാട്ടർ പ്രൂഫ് ഒന്നല്ല, നോർമൽ ഷൂ ഒട്ടിച്ചിട്ടുണ്ടായത്. ട്രക്കിംഗ് ആയിരിക്കും വിചാരിച്ചിട്ടോ അങ്ങനത്തെ ഷൂ ഇട്ടത്. പിന്നെ അട്ടയുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ ആ കടി ഏൽക്കേണ്ട സ്റ്റുഡിയോ ഇട്ടത്. പക്ഷെ അതെനിക്ക് തന്നെ ഒരു പാരിയായിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ല ഒരു വാട്ടർ പ്രൂഫ് ഷൂ കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും നമുക്കൊരു വെള്ളമുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ ശക്തി കുറച്ച് കൂടുതലേനു. ഈ കയറ് പിടിച്ചിട്ട് തന്നെ നടക്കണം. പിന്നെ ഈ സൈഡ് കണ്ടോ ഒരു നല്ലൊരു കുളം ഉണ്ട് അവിടെ. അതും നല്ല ആഴമുണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കല്ലെറിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടേനു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പാലത്തിൽ കയറിയിട്ടുണ്ടായിട്ടില്ല, പേടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കയറാണ്ടുന്നത്. നേരെ കയറ് പിടിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇതും ക്രോസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ മസ്റ്റാണല്ലോ. അങ്ങനെ ഇവിടെ നിന്നിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് നോക്കിയാട്ടെ, വെള്ളം അത്രയും ഫോഴ്സിലാട്ടോ വരുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ടൈമിൽ നമുക്ക് മഴ കിട്ടിയിട്ടില്ല. ഞങ്ങൾ വരുന്ന ടൈം വരെയും മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായത്. ചെറിയൊരു ചാറ്റൽ മഴ ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. ഇത് കണ്ട ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു തൂക്കുപാലം പോലത്തെ ഒരു പാലമുണ്ട്. അതിൻ്റെ താഴലൂടെ വെള്ളം പോകുന്നൊരു സ്പീഡാട്ടോ ഇത്. ആ ഫ്ലോ നോക്കിയാട്ടെ നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഫ്ലോ വെച്ചിട്ട് നമുക്ക് അതിലൂടെ ആ പാലത്തിലൂടെ പോകാമെന്ന് പറയുമ്പോൾ എന്തായാലും പേടിയാവുമല്ലോ. പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെയും പൊട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ കയറാണ്ടുന്നത്. അങ്ങനെ ഇതാ കുറച്ച് ദൂരം നടന്നതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഒരാൾക്ക് ടിക്കറ്റ് 20 റുപ്പീസ് ആട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ആട്ടോ ഇവിടെ ഫുള്ള് വാഴക്കൃഷിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം സ്റ്റേ കൂടിയുണ്ട്. ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാട്ടോ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഉള്ളൊരു ഫ്ലെക്സ് ആട്ടോ അത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ട്രെക്കിംഗ് ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ കൂട്ടിന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു ട്രെക്കിംഗ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ, പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ ബൈക്കിൽ അങ്ങനെ പോലെ കുറവായതുകൊണ്ട് തന്നെ റെയിൻ കോട്ടൊന്നും ഇല്ലേനു. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിട്ടിട്ട് പോകുന്നത്. അങ്ങനെ ഇതാ ഫൈനലി ഞങ്ങൾ നടന്നിട്ടിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ആ വെള്ളം വന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഉള്ളിലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടേനു. വേനൽക്കാലത്ത് തന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഏരിയ വരെ മാത്രമേ കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി പറ്റൂ. അതായത് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. അധികം മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. മഴ പെയ്യുമ്പോൾ മേലേന്ന് വെള്ളം കുറച്ചുകൂടി ശക്തിയിൽ വരുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എത്ര ഭംഗിയുണ്ട് എന്നുള്ളത്. നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഉള്ളത്. എന്താ പറയുക, ഈ ഒരു സമയത്ത് ഈ ഒരു തണുത്ത കാറ്റും കൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുക എന്ന് തന്നെ പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടോ നിങ്ങൾ, എത്ര സ്പീഡിലാണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ടാട്ടോ കുഴപ്പമില്ലാത്തത്. മഴ ഉള്ള സമയമാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. അത്രയും ഫോഴ്സിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഗ്രിപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഗാർഡ്സൊക്കെ തരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ഥലത്ത് കുറച്ചധികം ടൈം തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ 4 ആളും കൂടി ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. മക്കളാരെയും കൂട്ടിയിട്ടില്ല. വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ അവർ ഇറങ്ങും, അവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചിട്ടോ കൂട്ടാണ്ടുന്നത്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുട്ടികളെയും കൂടി കൂട്ടിയിട്ട് വരാവുന്നതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടായത്.
ഈ ഒരു ടൈമിലും അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാരില്ലാത്തത്. 8:30 മുതലാട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായത്. കുറച്ചധികം ടൈം തന്നെ ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം നമ്മളിങ്ങനെ ഫേസിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു റിഫ്രഷ് ഫീലാണ്. അങ്ങനെ ഇതാ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഇറങ്ങാൻ വേണ്ടി പോക്കാന്ന്. ഇനി വെള്ളച്ചാട്ടത്തിൽ നേരെ താഴേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഇതിനിടയിൽ തന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഇതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അതായത് മഴക്കാലത്തൊക്കെ ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരിലെ കാപ്പിമല വാട്ടർഫോൾ. അങ്ങനെ വലിയ ദൂരം പോകാനുമില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വരാനും തോന്നില്ല, അത്രയും കാണാനുണ്ട്. അത്രയും റിഫ്രഷ് ചെയ്യുന്നൊരു ഫീലാട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. നമ്മൾ ഫുള്ളായിട്ടൊന്ന് റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യും. അവിടുന്ന് വരാനേ തോന്നുന്നില്ലേനും അത്രയും സൂപ്പറാണ്. എൻ്റെ ലൈഫിൽ ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എനിക്കെന്തോ നല്ലോണം ഇഷ്ടമായി ഈ ഒരു ആംബിയൻസ്, ഈ ഒരു വെള്ളച്ചാട്ടം, ഈ ഒരു ചെറിയൊരു ചാറ്റൽ മഴ എല്ലാം കൊണ്ടും അന്നത്തെ ആ ഒരു ദിവസം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെയാണ്. അടിപൊളി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മെല്ലെ മാത്രമേ നടക്കാൻ വേണ്ടി പറ്റൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയെന്നുള്ളത്. അത് വേറൊന്നുമല്ല, ഷൂ ഇങ്ങനെ വെള്ളം കുടിച്ചായിട്ട് ഷൂ നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അടി അങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫെവിക്വിക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അത് ഒട്ടുന്നില്ല. പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സ്ഥലം നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് ഇത്. ഇവിടുന്ന് എല്ലാവരും നല്ലോണം മുങ്ങി കളിച്ചിട്ടാണ് പോയത്. പിന്നെ ഡ്രസ്സൊക്കെ മാറാണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയയിൽ ആ ഷോപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ടേനു. പിന്നെ ഇവിടെ ഷോപ്പുള്ളത് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുമ്പം നല്ല ബീഫ് ഫ്രൈയും ചപ്പാത്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു. പിന്നെ അവിടെ നിന്ന് നല്ല 2 ചൂട് പൊറോട്ടയും കൂടി വാങ്ങിച്ച് എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച്. ഫുഡൊക്കെ കഴിച്ചപ്പം തന്നെ വയറ് നല്ലോണം ഫില്ലായിട്ടാണ്. ഒരു കോഫി വീണ്ടും കുടിച്ചിട്ടുണ്ടേനു. നല്ല കോഫി ആട്ടോ അവിടുത്തെ. അങ്ങനെ അതുമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. കാപ്പിമലയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ആട്ടോ പൈതൽമല വ്യൂ പോയിന്റിലേക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു ഡേ മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാപ്പിമലയിൽ പോയിട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാം. ഞങ്ങൾ പിന്നെ അന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാപ്പിമല വാട്ടർഫോൾ കണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ മഴക്കാല യാത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സ്പോട്ട് ആരും മറക്കണ്ട. നമ്മുടെ കണ്ണൂരിലുള്ള കാപ്പിമല വാട്ടർഫോൾ ആട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.